പ്രമുഖ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ കെ.എം. ചെറിയാൻ അന്തരിച്ചു. ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ഷൈജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷൈജു, ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? ഡൽഹി ഈ ശ്വാസകോശം അതോടൊപ്പം തന്നെ ഹൃദ്രോഗം ഈ രണ്ട് മേഖലയിലും വളരെ വലിയ പ്രശസ്തി ആർജിച്ച ഡോക്ടറായിരുന്നു കെ.എം. ചെറിയാൻ. അദ്ദേഹം ലോകത്ത് തന്നെ അറിയപ്പെടുന്ന വിശിഷ്ട കാർഡിയക് സർജൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ സർജറി ലെക്ചറായിട്ട് അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ഓസ്ട്രേലിയയിൽ കുടിയേറ്റക്കാരനായി 73-ൽ കാർഡിയോസറാക് സർജറിയിൽ അദ്ദേഹം പ്രത്യേക പരിശീലനം നേടിയിരുന്നു. അതിനുശേഷം അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്തിയത്. പക്ഷേ ചെങ്ങന്നൂർ കെ.എം. ചെറിയാൻ ഹോസ്പിറ്റൽ തുടങ്ങുന്ന അടുത്തേക്ക് എത്തുന്ന തരത്തിൽ പോലും അദ്ദേഹം കേരളവുമായി നല്ല ബന്ധം സൂക്ഷിക്കുകയും ചെയ്തു. 1975-ലാണ് അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തി ശ്രദ്ധേയമാകുകയും ചെയ്തിരുന്നത്. മസ്തിഷ്ക മരണം നിയമവിധേയമാക്കിയതിനു ശേഷം രാജ്യത്തെ ആദ്യത്തെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും അദ്ദേഹമാണ് നടത്തിയത്. അതോടൊപ്പം തന്നെ ശ്വാസകോശം മാറ്റിവെക്കുന്ന ആദ്യത്തെ പീഡിയാട്രിക് ട്രാൻസ്പ്ലാന്റ്, അങ്ങനെ ഈ മേഖലയിൽ ആദ്യത്തെ സർജറികളിൽ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. 91-ലാണ് അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തത്. 90 മുതൽ 93 വരെ രാഷ്ട്രപതിയുടെ ഓണററി സർജനായും അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളവുമായി അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തി തന്നെയായിരുന്നു മലയാളിയായ അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. വിദേശത്ത് പ്രവർത്തിക്കുമ്പോൾ പോലും അദ്ദേഹം ആ രീതിയിലായിരുന്നു പോയിരുന്നത്. ചെങ്ങന്നൂരിലെ കെ.എം. ചെറിയാൻ ഹോസ്പിറ്റൽ എന്നൊരു ആശുപത്രി തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം ചെങ്ങന്നൂരിൽ കുടുംബശ്രീ മേളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ആദരിക്കാനിരിക്കുകയാണ് അദ്ദേഹത്തിന് ഈ മരണം സംഭവിക്കുന്നത്. ബാംഗ്ലൂരിലാണ് അദ്ദേഹം മരണം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറ്റ് നടപടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ.